ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. ഇന്ന് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് തന്നെ ഡ്രസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരുന്നതാണ്. ഓൾറെഡി അവർ കട്ട് ചെയ്തിട്ടാണ് തരിക. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 2 സെക്ഷനായിട്ടാണ് കേട്ടോ നമ്മളിത് എടുത്തിരിക്കുന്നത്. എക്സൽ സൈസും ഉണ്ട്, അതുപോലെ ത്രിബിൾ എക്സൽ സൈസും ഉണ്ട്. അപ്പോൾ നമ്മളിത് രാവിലെയാണ് മേടിച്ചത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് രാത്രിയാണ് കേട്ടോ. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 2 സെറ്റായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈ എല്ലാത്തിലും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അല്ല കേട്ടോ. ഇതിൽ ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ക്യാൻവാസൊക്കെ നമുക്കവർ തരും, പക്ഷേ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന പണിയൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു സെക്ഷന് ഫിനിഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്നത്. ഇതാ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഏകദേശം സമയം ഇവിടെ 12 മണി ആയിട്ടുണ്ട്. നമ്മൾ നെക്കിൻ്റെ ക്യാൻവാസും അതുപോലെ നെക്കൊക്കെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് പീസുകളാണ് കേട്ടോ അതൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാണ്ട് നമുക്ക് കിടന്ന് ഉറക്കം വരില്ലെന്ന് പറയില്ല, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ത്രിബിൾ എക്സൽ സൈസിൽ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഈ മെറ്റീരിയൽസൊക്കെ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പണി നമുക്ക് കഴിയും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ നെക്കിൽ വെക്കാനുള്ള ബാക്ക് പീസിലേക്കുള്ള ക്രോസ് പീസുകളാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ കാണുന്നത്. നമ്മൾ അത് ഫിനിഷ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ എല്ലാം കൂടിയിട്ട് ഏകദേശം 2 ദിവസം സമയം എടുത്തിട്ട് തന്നെയാണ് നമ്മൾ 24 ടോപ്പുകളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് 2 സെക്ഷനാണ്, പക്ഷേ ത്രിബിൾ എക്സലിൽ തന്നെ 2 കളർ ചേഞ്ചും അതുപോലെ എക്സലിൽ ഈ ബ്രൗൺ കളറുമാണ് കേട്ടോ വന്നിരിക്കുന്നത്. ത്രിബിൾ എക്സൽ 2 കളറുണ്ട്, ബ്ലൂവും ബ്രൗൺ കളറും ത്രിബിൾ എക്സലാണ് കേട്ടോ. അങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കുള്ള ടാസ്ക് ആയിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് ഈ ഫോൾഡ് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. തുടക്കത്തിലൊക്കെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ അത് ഒരു വർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കുറച്ച് എളുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കും കൂടി ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നില്ല കേട്ടോ. അതായത് നമ്മൾ രാവിലെയൊക്കെ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാകും. നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് രാത്രി സമയത്ത് തന്നെ ആയിരിക്കും. പക്ഷെ അപ്പോഴും ചിലപ്പോൾ നമ്മൾ മെഷീനൊക്കെ അടിക്കുമ്പോൾ ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. നമ്മൾ സാധാ മെഷീനാണ്, അപ്പോൾ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിന് എത്രമാത്രം സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സൗണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ കൂടി ആയിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് എനിക്ക് രാത്രി സമയത്തൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത്. ചെറിയ കുട്ടികളുള്ളവരിൻ്റെയൊക്കെ ഒരു വീട്ടിലുള്ള ഡയലോഗായിരിക്കും കേട്ടോ. ഈ കുട്ടീനെയും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, കുട്ടിയൊക്കെ ഒന്ന് വലുതാവട്ടെ, ഇല്ലെങ്കിൽ അംഗനവാടിയിൽ ചേർത്തണം, സ്കൂളിൽ ചേർത്തണം, അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന വീട്ടുകാരുണ്ടാവും. കുട്ടികളുടെ ഒരു പേര് പറഞ്ഞിട്ട് നമ്മളൊരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങളെ മാറ്റി വയ്ക്കരുത് കേട്ടോ. കാരണം കുട്ടികളെ നോക്കണം. ഞാനൊരിക്കലും കുട്ടികളെ നോക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ എല്ലാ കാര്യം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഒരിക്കലും കുട്ടികളെ ഒരു കാരണമാക്കി പറയരുത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓരോ വർക്ക് ചെയ്യാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ കഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അധ്വാനിക്കാൻ മനസ്സുള്ളവർ ഇല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറായവർ മാത്രമേ ഭാവിയിൽ വിജയിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കഷ്ടപ്പെടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ ചെറിയ ആഗ്രഹങ്ങളും ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങുക. ഇരിക്കുന്നതിന് മുൻപ് തന്നെ കാല് നീട്ടരുതെന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുതായിട്ട് തുടങ്ങി വെച്ചതിന് ശേഷം നമ്മൾ വലുതിലേക്ക് പോവുക. ഒരിക്കലും അതിയായ ആഗ്രഹം ആപത്താണ്. നമ്മൾ ചെറുതായിട്ട് ഓരോന്നും ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ചെറുതായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കുട്ടികളെ സ്കൂളിലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പണിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരാളുടെ ഏണിങ്സ് കൊണ്ട് എവിടെയും എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇക്കമാർക്കാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡിന് ഒരു കൈ സഹായമായിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു കാര്യത്തോട് തീർത്തും എനിക്ക് യോജിപ്പില്ല. കാരണം വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഒഴിവ് സമയത്ത് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ചടഞ്ഞുകൂടി ഇരിക്കുക. അപ്പോൾ അത്രയും നമ്മുടെ സമയം വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കാതെ പോകും.
ഈ ഒരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിച്ചിങ് ഫീൽഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു വർക്ക് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അവസരങ്ങൾ തേടി പോയിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് നമ്മളെ തേടി എത്തും എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്. കാരണം നമുക്ക് നമ്മുടെ അതേ ഒരു മൈൻഡുള്ള ആൾക്കാർ വേറെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് നമ്മൾ ഇതെവിടെയാണോ ഉള്ളത് ഇല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇത് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് ഇതിലേക്ക് എത്തിപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഷോപ്പിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഷോപ്പിലുള്ള ഈ റെഡിമെയ്ഡ് ഡ്രസ്സെല്ലാം ഈ പറയുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണോ അത് ഏറ്റെടുത്തിട്ട് അത് ചെയ്യുക. പിന്നെ ഇതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ചാനൽ ഇത് ബേസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ചാനൽ സ്റ്റിച്ചിങ്ങിൻ്റെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് കാണുന്നവർക്കും ഇതൊരു പ്രചോദനമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഉപകരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് കേട്ടോ. നമ്മളെല്ലാം ഇത് മടക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് 3 സെക്ഷനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മടക്കി വെച്ചിരിക്കുന്നത്. അതിൽ XXL തന്നെ 2 സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ബ്രൗൺ കളറും ഒന്ന് ബ്ലൂ കളറിലുമാണ് XXL വന്നിരിക്കുന്നത്. അതുപോലെ XL സൈസിൽ ഇതുപോലെ വേറെ സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും 8 പീസാണ് ഉള്ളത്. 8 8 16 8 24 ടോട്ടൽ 24 പീസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് കയറി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.